ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു ലോങ് വീഡിയോ ആക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് ഒത്തിരി കാണിക്കാനുണ്ട്. അതൊരു ഷോർട്സ് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല, ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോളും കൂടി ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഗൈസ് ഇത് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗൈസ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് കുറച്ച് പേര് എൻ്റെ മോക്ക് വേണ്ടിയിട്ട്, എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. സംഭവം പുറത്തൊന്നും കൊടുത്ത് ചെയ്തതല്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചെയ്തതാണ്. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ചെയ്ത കുഞ്ഞു ബോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവർ ഇതിലിട്ടിരിക്കുന്ന എഫേർട്ടും എല്ലാം കണ്ടപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും കൂടി വേണ്ടിയിട്ട് ഇതെനിക്ക് അൺബോക്സിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പ്ലസ് ഇന്നലെ അവർ കൊണ്ടുവന്നപ്പോൾ, ഇന്നലെ അവർ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതെനിക്ക് അവർ കൊണ്ടുവരുന്ന ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോരാത്തതിന് കയ്യിൽ ഇതേ ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടൻസ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ലായിരുന്നു അവരെനിക്ക് പാക്ക് ചെയ്ത് തന്നത്. ആക്ച്വലി സംഭവം ഇത് ഇന്നലെ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓൾറെഡി തുറന്നെല്ലാം നോക്കിയിട്ട് അതുപോലെ പാക്ക് ചെയ്ത് വെച്ചു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്കിതൊന്ന് കാണിച്ചു തരണം, കാരണം ഭാവിയിൽ ഇതൊരു മെമ്മറി ആണല്ലോ. എൻ്റെ മോൾക്ക് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവത്തില്ല, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കിട്ടിയെന്ന്. ഭാവിയിൽ എനിക്ക് ഈ വീഡിയോസ് കാണിക്കാം, അവൾക്ക് പറഞ്ഞു കൊടുക്കാം, എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്, ആൻറ്റിമാർ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് കാണിക്കാനൊരു മെമ്മറി, പിന്നെ അവർക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം ഒന്നും നോക്കിയിട്ടില്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് ഞാൻ നോക്കാം. ഇത് ആക്ച്വലി എൻ്റെ ഗിഫ്റ്റ്സ് തന്ന എൻ്റെ ഫ്രണ്ട്, പുള്ളിക്കാരി ഒരു കുഞ്ഞ് ഫാഷൻ ഡിസൈനറാണ്. സോ അവള് ചെയ്ത ഒരു ഡ്രസ്സാണ്. മോൾക്ക് ഓണത്തിന് ഇടാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് കിട്ടി എനിക്ക്. അപ്പോൾ ഇനി ഓണത്തിന് വേണ്ടിയിട്ട് ഇനി വേറൊരു ഔട്ട്ഫിറ്റ് തപ്പണ്ട, ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. താങ്ക് യു സോ മച്ച് ആദില. അവളാട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്ന ഈ ഡ്രസ്സ് തന്നത്. ഇത് ഞാനിപ്പോൾ മോളുടെ തൊട്ടിലേക്ക് ഇടാം. മോളുടെ തൊട്ടിൽ ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇതും ഓക്കെ, ക്യൂട്ട്. ഞാനിപ്പോഴും ആക്ച്വലി എല്ലാം നേരെ നോക്കുന്നത്, കാരണം എനിക്ക് നോക്കാൻ പോലും പറ്റില്ല. എൻ്റെ ചേച്ചിയുടെ മക്കൾ രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും ഇത് ഫുള്ള് കണ്ട എക്സൈറ്റ്മെൻറ്റ്, എന്നെക്കാളും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക്. എല്ലാം തുറന്ന് നോക്കി, എന്തൊക്കെ എവിടേക്ക് ഇരുന്നത് പോലും എനിക്കറിയത്തില്ലായിരുന്നു. സോ ഇതൊരു കുഞ്ഞ് ഡ്രസ്സ്, ഐ മീൻ ഇതൊരു സ്കേർട്ട്, അതിൻ്റെ ടോപ്പാണ് ഇത്. ഒരു സിമ്പിൾ പ്ലെയിൻ ടോപ്പും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും. ഇത് ഞാൻ കണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ബീച്ച് വെയർ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇത് ലൈക്ക് അതിൻ്റെ ബോട്ടം, പാൻസ്, അതിൻ്റെ കൂടെ അതിൻ്റെ ടോപ്പ്. ക്യൂട്ടായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ്. മാളു ഇത് നോക്ക്, ഇഷ്ടപ്പെട്ടോ? ഇതില് ഒരു ബ്ലാങ്കറ്റ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഞാൻ തിരിച്ച് അതുപോലെ മടക്കി വെച്ചതാണ്. സോ ഇതൊന്ന്. ആൻഡ് ഇത് ഒരു ചേഞ്ചിങ് ബാഗാണ്, ഐ മീൻ ചേഞ്ചിങ് മാറ്റാണ്. ഇത് വലിയൊരു ചേഞ്ചിങ് മാറ്റ്. എൻ്റെ മോള് ഒരു 4 വയസ്സായ വരെ യൂസ് ചെയ്യാൻ പറ്റും, അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ സംഭവം. വലിയൊരു ചേഞ്ചിങ് മാറ്റ് അല്ലേ എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. അയ്യോ
സോറി, ക്ഷമിക്കുക. ഇത് ആക്ച്വലി ചേഞ്ചിങ് മാറ്റ് അല്ല. ഇത് സംഭവം നമ്മൾ ഈ ഫ്ലൈറ്റിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുട്ടിക്ക് വേണ്ടി സീറ്റ് എടുക്കത്തില്ലേ, അപ്പൊ അവിടെ കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് എക്സ്റ്റൻഷൻ, ഇരിക്കുന്ന സീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതാണ് സാധനം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇരിക്കും. നമുക്കിനി അടുത്തത് നോക്കാം. സോറി, ഞാൻ വിചാരിച്ചു ചേഞ്ചിങ് മാറ്റാണ്, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇന്നലെ ജസ്റ്റ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതൊരു ചേഞ്ചിങ് മാറ്റ് ആയിട്ടാവുന്നേ. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു, ഇത്രയും വലിയ ചേഞ്ചിങ് മാറ്റോ. നെക്സ്റ്റ് സെക്ഷൻ, ഈ സെക്ഷൻ നോക്കാം. ഓക്കെ, സോറി ഗൈസ്, ഇത് നിങ്ങൾക്ക് പെട്ടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടി നീക്കി വെക്കുവാണ്. സോറി. വായു, നിനക്കുള്ള സാധനങ്ങളായി അൺബോക്സ് ചെയ്യുന്നത്. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആൺകുട്ടിക്കുള്ള ഡ്രസ്സസാ ഇതെല്ലാം. ആന്റിമാര് തന്നതാ. നമുക്കിനി ഈ സെക്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 തല കാണുന്നുണ്ട്, ഒരു യെല്ലോ ആൻഡ് വയലറ്റ്. ഇതാണ് ബാത്ത് ടോയ്സ് ആട്ടോ, മോൾക്ക് കുളിപ്പിക്കുമ്പോൾ. പക്ഷെ ഇതിപ്പോഴും യൂസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ടബിലൊക്കെ കുളിപ്പിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മള് കുഞ്ഞല്ലേ, നമ്മുടെ കയ്യിൽ വെച്ച് തന്നെയാണല്ലോ കുളിപ്പിക്കുന്നത്. ഇത് 2 ആൻഡ് ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു ട്രയൽ പാക്കിന്റെ ഒരു മിൽക്കി ലോഷൻ ആൻഡ് മിൽക്കി വാഷ്, ഒരു വാഷും ലോഷനും കിട്ടി. ആൻഡ് എത്രത്തോളം വീഡിയോയിൽ ഈ ലഗേജ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് വെച്ച് എടുക്കുക. ഈ സെക്ഷനാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒത്തിരി ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സെക്ഷൻ. കാരണം അപ്പുറത്തെ ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് കുറച്ച് കണ്ണിൽ പിടിക്കുന്ന കുറെ സാധനങ്ങൾ, എനിക്ക് വേണ്ട സാധനങ്ങൾ. ഒന്ന് ഇത് ഹെയർ പീസ്, ലൈക്ക് ബോ. എൻ്റെ മോൾക്ക് ഞാൻ കുറേ എവിടെ എന്ത് കണ്ടാലും ഞാൻ വാങ്ങിക്കുന്നുണ്ട് ബോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. അതിന് സൈസ് സ്യൂട്ട് ആയില്ലെങ്കിലും പിന്നീട് ഭാവിയിൽ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയൊരു ഹെയർ ബോ. ആൻഡ് പിന്നെ എൻ്റെ കുഞ്ഞിന് വെക്കാൻ പറ്റിയ നല്ല ക്ലിപ്പ്. പക്ഷേ എൻ്റെ മോൾക്ക് ഇതുവരെ മുടി വളർന്നിട്ടില്ല. മുടി വളരുമ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഹന്നു ആൻഡ് ദീപു, ഫാബി, ആദി, ഇവർ 4 പേരുമാണ് എനിക്ക് ഇത്രയും സംഭവം തന്നത്. അപ്പോൾ ഇതാരാണ് ചൂസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ആരായാലും എൻ്റെ മോൾക്ക് ഇതുവരെ മുടി വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോളെ കളിയാക്കി സമ്മതിക്കില്ല ഞാൻ. പിന്നെ ഒരു ഷൂസ്. നമുക്ക് നെക്സ്റ്റ് വേറൊരു ഷൂസ് കൂടി ഉണ്ട്. ഇത് വേറൊരു ഷൂസ്. ഇത് ഗോൾഡൻ ഷൂസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും നല്ല ഡ്രസ്സസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഷൂസ്. ഇനി ഉള്ളത് ഇതൊരു പെയർ. ഇത് വേറൊരു ഷൂസ്, വീണ്ടും ഒരു ഷൂസാണ്. ഇത് ആക്ച്വലി ഇത് പെയറായിട്ട് വരുന്നതാണ്. ഒരു ഷൂസ് ആൻഡ് അതിൻ്റെ പെയറായിട്ട് ഒരു ഡ്രസ്സ് ആൻഡ് അതിനൊരു ഷോർട്സും. ഓക്കെ ഗൈസ്, അവളവിടെ സെറ്റിലാക്കി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടല്ലോ, ഒരു ഡ്രസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്ലാക്കും ഗോൾഡും ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. പിന്നെ അടുത്തത് ഒരു സ്കേർട്ടും ഒരു ടോപ്പ്. ഇതെല്ലാം സമ്മർ വെയർ ആണ്. ഇതെല്ലാം ഭയങ്കര മോഡേൺ ഡ്രസ്സസ് ആണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ്. ഇതൊരു സ്കേർട്ടാണ് ആൻഡ് സ്കേർട്ടിൻ്റെ കൂടെ ഇതിനൊരു ഹെയർ ബാൻഡാണ്. ഇതൊരു ഹെയർ ബാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഹെയർ ബാൻഡും ഒരു ഡ്രസ്സും. ഇത് എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ ഞാൻ കുറേ നേരം നിന്ന് നോക്കി. ഇതെങ്ങനെ ഇടേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല.
സോറി, എല്ലാവരും വിചാരിക്കും ഞാൻ എന്ത് മണ്ടിയാന്ന്. ഈ സാധനം കൈ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓ ഇത് ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്ത് തരാമെന്ന് വിചാരിക്കും. പക്ഷേ ഇത് കൈ കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങനെയാണ്. ഇത് ഇങ്ങനെ ഇടുന്ന ഡ്രസ്സാണ്. ഇത് ഫ്രണ്ട്, ഇത് ലൈക്ക് ബാക്ക് ക്രോസ്. സോ ഇതും കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ മോളുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അയ്യോ സോറി, മറന്നുപോയി. നമ്മൾ നേരത്തെ കാണിച്ച ആ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഹെയർ ബാൻഡ്. ഇനി ലാസ്റ്റ് 2 ഐറ്റംസ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. കാരണം ആരും എനിക്കൊരു ഗിഫ്റ്റും തന്നില്ല എനിക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം. ഇത് എനിക്കുള്ള ഗിഫ്റ്റ് എന്നെ അറിഞ്ഞ് തന്നെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്. ഇതാര് സെലക്ട് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് വേണ്ട കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കട്ട കളറാണ് ഫ്ലൂറസെൻറ്റ്. എനിക്ക് ഫ്ലൂറസെൻറ്റ് കളേഴ്സിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. എന്താണെന്നറിയത്തില്ല. ഒരു ഡ്രസ്സും കൂടി ഉണ്ട്, ഒരു സ്കേർട്ട് ആൻഡ് അതിനൊപ്പം ഒരു ടോപ്പ്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഇത്രയും എഫേർട്ട് ഇട്ട് സാധനങ്ങൾ അവർ ആക്ച്വലി വൺ ബൈ വൺ അവർ ഹാൻഡ് പിക്ക് ചെയ്ത് അവർ ഹാമ്പറാക്കി പാക്ക് ചെയ്ത് തന്നതാണ്. ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ മോൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഡ്രസ്സ്, ബേബി ഡ്രസ്സസ് കുറച്ച് വാങ്ങിച്ചിട്ട് തരും. അത് ചിലരൊക്കെ തന്നിട്ടുള്ളത് 6 months 9 months 1 year 2 year ഒക്കെ ഡ്രസ്സസ്. മോള് 3 months ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവർ കൊണ്ടുവരുന്നത് അവർ ഏജ് പോലും നോക്കാണ്ട് കൈ കിട്ടുന്ന ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തേലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഗിഫ്റ്റ് തരുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം ചിലത് 3 months, ചിലത് 6 months ഒക്കെയാണ്. സോ ഇവൾക്ക് വേണ്ട ഡ്രസ്സസ് എല്ലാം അവർ നോക്കി, അവൾക്ക് വേണ്ട ഡ്രസ്സസ് അവർ എന്താ പറയുക ഹാൻഡ് പിക്ക് ചെയ്ത് തരുന്നതാണ്. എനിക്കതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവരത്രയും എഫേർട്ട് ഇട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തു തന്നു. അതിൻ്റെ കൂടെ എനിക്ക് ബ്രെഡ് ഡ്രസ്സ്. ആരും അങ്ങനെ എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ല മീൻസ് എനിക്കെന്നല്ല, ഞാനിപ്പോൾ ലൈക്ക് പൊതുവേ പറയുകയാണ്. ഇൻ ജനറൽ ഒരു അമ്മ ലൈക്ക് ഒരു ഗേൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ എല്ലാവരും കുഞ്ഞിനെ കാണാനാണ് വരുന്നത്. കുഞ്ഞിന് എത്ര മാസം ആയി, കുഞ്ഞിന് എത്രയുണ്ട് വെയിറ്റ്, കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ, രാത്രി ഉറക്കമുണ്ടോ, എല്ലാം കുഞ്ഞിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആരും അമ്മയെ പറ്റി ചോദിക്കാറില്ല. അമ്മയെ പറ്റി ആരും ബോധേഡല്ല, സ്വന്തം വീട്ടുകാരല്ലാണ്ട്. സ്വന്തം അമ്മമാരല്ലാണ്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടിയെ പറ്റി ആരും അന്വേഷിക്കാറില്ല. സോ എൻ്റെ മോൾക്കും എനിക്കും ഗിഫ്റ്റ് വാങ്ങി തന്നതിൽ ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് ഇവർ 4 പേരും എനിക്ക് ശരിക്കും അവർ ശരിക്കും എൻ്റെ വീട്ടിൽ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവരെൻ്റെ വീട്ടിലായിരുന്നു താമസം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലും. ഞങ്ങൾക്ക് സപ്ലി കിട്ടിയിരുന്ന സമയത്ത് സപ്ലിക്ക് പോയി വന്നുകൊണ്ടിരുന്നത്. ഒരുമിച്ച് സപ്ലി കിട്ടുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് എല്ലാം ഒരുമിച്ചായിരുന്നു. സോ അവർ ശരിക്കും എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെയാണ്. എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെയാണ്. സോ അവരെനിക്ക് തന്ന അന്നത്തെ ആ സ്നേഹം അവരെനിക്ക് തിരിച്ചു തന്നു. ഞാൻ അന്ന് അവർക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ തന്നെ സിസ്റ്റേഴ്സായിട്ട് ഞാൻ അവരെ കണ്ടു, ഇവിടെ നിർത്തി. അതിൻ്റെ സ്നേഹം അവർ ഇങ്ങനെയൊക്കെയല്ലേ അവർക്ക് തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഐ എം സോ ഹാപ്പി എൻ്റെ ഫ്രണ്ട്സിന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ അൺബോക്സിങ്. പിന്നെ കാണാം. ടാറ്റാ.